കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നും തന്നെ നമ്മൾ കണ്ടത് മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്ന് ഭയങ്കര പ്രകടനമൊക്കെ നടത്തിയിട്ടാ പോയത്. മീനാക്ഷിനെ പടി അടിച്ച് പിണ്ടം വെച്ചിട്ടാ അച്ഛൻ രവി അങ്ങോട്ട് പോയത്. ഈ കാഴ്ച കൊണ്ട് തകർന്നടിഞ്ഞ് മീനാക്ഷി നിൽക്കുക. സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല ഇങ്ങോട്ട് വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോകുമെന്ന്. അപ്പൊ ഇനി ഒരിക്കലും തനിക്ക് ആ വീട്ടിൽ കയറാൻ പറ്റില്ല എന്നൊരു ചിന്ത വന്നപ്പം മീനാക്ഷിക്ക് വല്ലാത്ത സങ്കടം ഉണ്ടാകുന്നുണ്ട്. പിന്നീട് ആകാശം എന്നിട്ട് പറഞ്ഞു, സങ്കടപ്പെടേണ്ട മീനാക്ഷി, ഇതൊക്കെ പ്രതീക്ഷയല്ലേ നമ്മൾ ജീവിതത്തിലേക്ക് കാലൂത്തിയത്. കുഴപ്പമില്ല, കുറച്ചാൾ കഴിയുമ്പോൾ അവരൊക്കെ വന്നോളും. ഇപ്പൊ നീ സമാധാനിക്കാൻ പറയണം. എന്നാലും മീനാക്ഷിയുടെ ഉള്ളിലെ തേങ്ങല് മാറിയിരുന്നില്ല. ഒരാവേശത്തിന് ചെയ്തു പോയതാണ്. ഇഷ്ടമാണ് ആകാശം, അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഇറങ്ങിപ്പോന്നെ. പക്ഷെ അച്ഛൻ വന്ന് ഇങ്ങനെ പടിയടിച്ച പിണ്ടം വെക്കുന്നൊന്നും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ലല്ലോ. പിന്നീട് ധർമ്മം വന്നിട്ട് പറഞ്ഞു, എന്നാലും ഒരു വാക്കെങ്കിലും എന്നോട് പറയായിരുന്നു ആകാശേ. നീ ആ പാപം ആര്യനെയും കൂടെ കൊലയ്ക്ക് കൊടുത്തല്ലോ. ഇപ്പൊ നീ കാരണം ഇപ്പാണ്ടേ ആര്യം പുറത്തായി. അവന്റെ കാര്യം ഒന്ന് ഓർത്ത് വെക്കേ. നിങ്ങൾ രണ്ട് അവനെക്കുറിച്ച് ചിന്തിച്ചോന്ന് ചോദിക്കാം. ആകാശ് പറഞ്ഞു, എനിക്കറിയാം മാമ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും. ആ സമയത്ത് അവനായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെ. അവനെക്കുറിച്ച് ഓർത്തിട്ട് എനിക്കൊരു സമാധാനം ഇല്ലെന്ന് പറയാം. അവന് എങ്ങോട്ട് പോയി എന്താണെന്ന് അറിയത്തില്ല. ആകെപ്പാടെ സമാധാനക്കേടാന്ന് പറയാം. നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഒരു വാക്ക് ഞങ്ങളോടെങ്കിലും തുറന്നു പറയാൻ മേലായിരുന്നു എന്ന് ചോദിക്കുക. അല്ലാതെ പിന്നെ പെട്ടെന്നുള്ള സാഹചര്യത്തിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾ ഇത്ര സ്നേഹത്തോടെ കഴിഞ്ഞിട്ട് നിനക്ക് എങ്ങനെ തോന്നിയിടാന്ന് ചോദിക്കാം. ഏറ്റവും കൂടുതൽ കൂട്ട് ധർമ്മനും ആര്യനും തമ്മിലായിരുന്നു. അവർ തമ്മിൽ എപ്പോഴും കെട്ടിപ്പിടിച്ചുള്ള കിടത്തമൊക്കെ ധർമ്മന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആര്യനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. കാരണം എപ്പോഴും എന്തിനും ഏതിനും ആര്യനാണ് കൂടെ നിൽക്കുന്നത്. ആർക്ക് സങ്കടം വന്നാലും സന്തോഷം ആ കൂടെ എല്ലാം ആര്യം കാണും. അച്ഛൻ്റെ തല്ലി മൊത്തം മേടിച്ച് കിട്ടുന്ന ആര്യനാണ് ആകാശിന് നന്നായിട്ട് അറിയാവുന്ന കാര്യം. ഈ സമയം ബാലിനകത്തേക്ക് അങ്ങോട്ട് കയറുവാണ്. അധികരം ഗോമതി വന്നിട്ട് പറഞ്ഞു, എന്ത് ചെയ്യും ബാലേട്ടാ, എനിക്ക് അറിയത്തില്ല എന്ന് പറയണം. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, വരുന്നിടത്ത് വെച്ച് കാണാം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നീ പ്രതീക്ഷ എങ്ങനെ ഒരു കാര്യം ഞാനും പ്രതീക്ഷിച്ച കാര്യമല്ല. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആള് ആകാശ്. ആര്യൻ അങ്ങനെ ചെയ്യുമെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും. പക്ഷെ അവന്റെ സ്വഭാവം അതായതുകൊണ്ട്. പക്ഷെ ആകാശ് ഇങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചോന്ന് ചോദിക്കുക. അല്ലെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല നമ്മുടെ മക്കളൊക്കെ വളർന്നുപോയി. അവർക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കാറായെന്ന് പറയാം. ആകാശ് പെട്ടെന്ന് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെയൊന്നും പറയില്ലെന്നാണ്. പിന്നെ എങ്ങനെ പറയണടാ, നീ നിന്റെ സ്വന്തം ഇഷ്ടപ്പെടാനല്ലേ ചെയ്തേ, അച്ഛൻ്റെ അമ്മയുടെ അനുമതി മേടിച്ചിട്ടാണെന്ന് ചോദിക്കുക. ആനന്ദ് പറഞ്ഞു, അച്ഛൻ പോട്ടെ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. ആകാശ് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയല്ലേ. ഒരു പക്ഷേങ്കിൽ ആ പെൺകുട്ടീനെ വേറെ കല്യാണം കഴിപ്പിച്ചു വിട്ടാ അവനെ സഹിക്കാൻ പറ്റില്ല. അപ്പൊ അവന്റെ ആ വിഷമം നമ്മൾ കാണേണ്ട വരുന്നില്ലേ. അതുകൊണ്ട് അതിനേക്കാളും ഭേദമല്ലേ അച്ഛാ വിളിച്ചോണ്ട് വരുന്നേ. ഇപ്പൊ കുറച്ച് ദിവസത്തെ എല്ലാവരും ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കും. പിന്നെ എല്ലാവരും ഒരു കുഴപ്പമില്ലെന്നേ മുന്നോട്ട് പോകുന്നു പറയാം. ഇത് കേട്ടപ്പോൾ ഗോമതി, അത് മാത്രം നീ പറയരുത്. കാരണം എൻ്റെ ജീവൻ തന്നെ കൺമുന്നിലുണ്ട്. നിനക്കറിയാലോ, ഇത്രയും കാലമായി ഇപ്പോഴും ശത്രുത വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുക. അതാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കണേ, ഇനി ഇങ്ങനെ ഒരു പ്രേമവിവാഹം വേണ്ടാന്നുള്ളത്. ഈ സമയം ധർമ്മം പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം ചേച്ചി, നിങ്ങൾ അന്ന് ഒളിച്ചോടി പോകുന്ന സമയത്ത് നിങ്ങൾക്കൊപ്പം ഞാനുണ്ടായിരുന്നു സപ്പോർട്ടായിട്ട്. ഇന്ന് അതുപോലെ തന്നെ ആര്യം ചെയ്തേ. എന്നിട്ട് ആ ആര്യനെയാണ് ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറക്കി വിട്ടിരിക്കുന്നത്. അവൻ എന്ത് തെറ്റിയെന്നാ പറയണേ. അവൻ എന്താ തെറ്റ് ചെയ്തേ? വിവാഹിതരായത് ഇവരല്ലേ, പ്രണയിച്ച ഇവരാണ്. പിന്നെ ഇവരുടെ വിവാഹത്തിന് വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്തു, അതിന് വേണ്ടിയിട്ടാണ് അവനെ ഇറക്കി വിട്ടേന്ന് ചോദിക്കുക. ഇതിപ്പോ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി പോകേണ്ട അതേ അവസ്ഥ തന്നെയാണ് ഇപ്പൊ ആര്യനും ഉണ്ടായിക്കെന്ന് പറയാം. ബാലിനും ഗോമതിക്കും അതും വായിക്കൊന്നും ആക്കില്ല. കാരണം പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നീട് ബാലിനകത്തേക്ക് പോവാണ്. അകത്തേക്ക് പോയി മുറിയിലിരുന്ന് കരയണ സമയത്ത് ഗോമതി അങ്ങോട്ട് വന്നിട്ട്, പോട്ടെ ബാലേട്ടാ, എനിക്ക് ആരിനെ എങ്ങനെയാലും തിരിച്ചു വിളിക്കുക. എനിക്ക് അവനില്ലാതെ പറ്റില്ല. അറിയാലോ, ഈ കുടുംബത്തിൽ അവൻ വേണമെന്ന് പറയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഗോമതി, അവന്റെ പേര് മാത്രമോട് ഉച്ചരിച്ച് പോയേക്കില്ല. അവൻ കാരണം ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കുന്നത്. ഒരു കാരണവശാലും ആകാശിന് ഇത്ര ധൈര്യം കാണത്തില്ല. അവനാണ് ധൈര്യം കൊടുത്ത് അവനെ ആ മീനാക്ഷിനെ കല്യാണം കഴിപ്പിച്ചെന്ന് പറയാം. അങ്ങനെ പറയരുത്. കാരണം ആര്യം പറഞ്ഞിട്ടാണോ ആകാശ് പ്രണയിച്ചത്? അല്ലല്ലോ, പിന്നെ എന്തിനാ അവനെ കുറ്റപ്പെടുത്തുന്നേ? എനിക്ക് അവനെ വേണം, അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു, അവൻ ഇതിലെ പോയാലും എനിക്ക് കുഴപ്പമില്ല. ഇനി എനിക്ക് അവനൊരു മകനില്ല. പറഞ്ഞു കേട്ടല്ലോ, അവൻ ഈ വീട്ടിലേക്ക് വരുവാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമെന്ന് പറയാം. ഗോമതി ആ പേടെ പെട്ടുപോയി. ഗോമതിക്ക് മനസ്സിലായി ഇനി ബാലേട്ടൻ അടുക്കുന്ന ലക്ഷണം കാണുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. പിന്നീട് ബാലൻ പറഞ്ഞു, അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി ഈ വീട്ടിൽ ആരും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ എന്തിനാ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുന്നത്? നീ ഫുഡ് പോയി വിളമ്പാൻ പറയണ. പെട്ടെന്ന് ഗോമതി ഞെട്ടെ, ഫുഡ് വിളമ്പാൻ? അതെ അവിടെ ഫുഡൊന്നും ആർക്കും കഴിക്കേണ്ടെന്ന് ചോദിക്കുക. പോയി ഉച്ചയൂണ് എടുക്കാൻ പറയാണ്. ഊണെടുക്കുക, എല്ലാവരും കഴിക്കാമെന്ന് പറയണം. ഇങ്ങനെ പോയി ഗോമതി അടുക്കളയിലേക്ക് വന്നു. ഫുഡ് എടുത്തിട്ട് ഗോമതിക്കാണെങ്കിൽ കൈ പോലും വിറയ്ക്കോ എടുക്കാൻ പോലും പറ്റുന്നില്ല. ആരിനെ കുറിച്ചായിരുന്നു ഗോമതിയുടെ മനസ്സിൽ മൊത്തം ചിന്ത. പാവ എങ്ങോട്ടായിരിക്കും പോയി ഇറങ്ങി പോയിട്ടുണ്ടായിരിക്കുക എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടാകുന്നുണ്ട്.
ഫുഡ് കഴിച്ചു പോലും കാണത്തില്ല. അങ്ങനെ ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുകയാണ് ബാലന്. ഈ സമയത്ത് ആനന്ദിനോടും ധർമ്മനോടൊക്കെ ഇരിക്കാൻ പറഞ്ഞു. അവരിരുന്നു. ബാക്കി ആകാശും മീനാക്ഷിയും ഒക്കെ നിൽക്കുവാണ്. ഈ സമയം ബാലന് ഊണ് വിളമ്പാണ് ഗോമതി. അങ്ങനെ ബാലൻ കഴിക്കാനിരുന്നു. ബാലൻ കഴിക്കാതിരുന്നിട്ട് ബാലൻ പാത്രത്തിലെ കൈയിടുന്നല്ലാതെ ബാലന് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ബാലൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആരും ഇവിടെ സങ്കടപ്പെട്ട് വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഈ കുടുംബത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. പറഞ്ഞു കേട്ടല്ലോ. അതുകൊണ്ട് എല്ലാവരും പഴയതുപോലെ എങ്ങനെയാണ് അതുപോലെ തന്നെ മുന്നോട്ട് പോകണം. പിന്നെ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്ന് ഓർത്തോണ്ട് അറിയാലോ, ഇനി അതിനെക്കുറിച്ച് ആരും സംസാരിക്കാൻ പറയാനൊന്നും പോകണ്ടെന്ന് പറയാം. പിന്നീട് ആകാശിനോട് പറഞ്ഞു, നിന്റെ കാര്യത്തിൽ ഇനി ഞാൻ ഇടപെടാനും പറ്റില്ല, ഒന്നിനും പറ്റത്തില്ല. നിനക്ക് നിന്റെ തോന്നിയാസം, നിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ നീ അങ്ങനെ ചെയ്തോ. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് മുതൽ നീ എൻ്റെ ശത്രുവാണ്. നീ മാത്രമല്ല, അവനും എൻ്റെ ശത്രുവാണ്. അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു വീട്ടിലാണെങ്കിലും നമ്മൾ ആ രീതിയിലായിരിക്കും മുന്നോട്ട് പോണേന്ന് പറയാം. എല്ലാം കേട്ടിഞ്ഞപ്പോൾ ആകാശിന് മനസ്സിലായി, അച്ഛന് ഇനിയിപ്പോൾ ഒരിക്കലും അടക്കാൻ പോകുന്ന ലക്ഷണം കാണുന്നില്ല. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ ബാലൻ ഇങ്ങനെ കഴിച്ചില്ലെന്ന് വരുത്തിയിട്ട് എഴുന്നേറ്റ് പോവാണ്. എഴുന്നേറ്റ് കടയിലേക്ക് പോകാൻ ഇറങ്ങും. ബാലൻ ഒരു കാര്യം പറഞ്ഞിട്ട് പോയി, അതെ, ഈ വീട്ടിലൊന്നും സംഭവിച്ചില്ല, പഴയപടി തന്നെ എല്ലാവരും നടക്കണം. പറഞ്ഞു കേട്ടല്ലോ, അതിനൊരു മാറ്റം വരില്ലെന്ന് പറയാണ് എന്നും പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ട് പോവാണ് കടയിലേക്ക്. ഇത് കണ്ടപ്പോൾ ഗോമതിക്ക് വല്ലാത്ത സങ്കടവും വിഷമായി പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയം മീനാക്ഷി ആണെങ്കിലോ വന്നപടി തന്നെ നിൽക്കുകയാണ്. വേഷം പോലും മാറിയിട്ടില്ല. കാരണം ഈ വീട്ടിലത്തെ സ്ഥിതിയും സ്വന്തം വീട്ടിൽ നിന്ന് വന്ന അച്ഛൻ പറഞ്ഞു നോക്കി ഓർത്തിട്ട് മീനാക്ഷിക്ക് ഒന്നിനും തോന്നുന്നുണ്ടായിരുന്നില്ല. ഈ സമയം ധർമ്മം വന്നിട്ട് പറഞ്ഞു, ആകാശേ, നീ അവളെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ പറയാണ്. മീനാക്ഷി വാദം പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഗോമതിയാണ് മൈൻഡ് പോലും ചെയ്തില്ല. ഗോമതിയുടെ ഉള്ളിൽ ആരിനെക്കുറിച്ചുള്ള ചിന്തകളാണ്. അതുകൊണ്ട് ഇവരെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അങ്ങനെ മുറിയിൽ ചെന്ന് ഞാൻ പറഞ്ഞു, നിനക്ക് വിഷമമായോ മീനാക്ഷി എന്ന് ചോദിക്കുകയാണ്. എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അച്ഛൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്ന. പാവ ആര്യന് അവൻ എന്ത് ചെയ്യുമായിരിക്കും, ഞാൻ കാരണമുള്ള അവന് ഈ വേദനയൊക്കെ വന്നേ. ഈ സമയം മീനാക്ഷി പറഞ്ഞു, ഞാനല്ലേ കുറച്ച് തെറ്റുകാരി, ഞാനല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പെട്ടെന്ന് വരണ്ടായിരുന്നില്ലേ, ഞാനും കൂടെ വന്നുകൊണ്ട് കുടുംബത്തെ മൊത്തം അസ്വസ്ഥകളായല്ലേ. അതല്ല ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നേ, അപ്പുറത്തെ കൃഷ്ണമംഗലംകാരുണ്ടല്ലോ, അവരെല്ലാം അച്ഛനെ നോക്കി കളയാക്കിയത് കണ്ടോ. എല്ലാവരുടെ മുന്നേ അച്ഛൻ നാണം കിട്ടും. കുറെ കാലത്തെ അച്ഛൻ്റെ അധ്വാനം കൊണ്ട് അച്ഛൻ ഈ നിലയിൽ ഉയർന്നു വന്നേ. അമ്മേനെയും വിളിച്ചുകൊണ്ട് പോണ സമയത്ത് അച്ഛൻ അത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്നറിയാവോ. ഇപ്പം അതേ വേദന അച്ഛനും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം അമ്മയുടെ വീട്ടുകാരെ എത്രമാത്രം വേദനിച്ചോ അതേ വേദന അച്ഛനും അനുഭവിക്കുന്നുണ്ട്. അവർ പറഞ്ഞൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്നാലും എനിക്ക് ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ ആകാശിൻ്റെ കണ്ണ് നിറഞ്ഞു വന്നു. ഈ സമയം ആകെപ്പാടെ അസ്വസ്ഥപ്പെട്ട് ഗോമതി ഇരിക്കുകയാണ്. ഗോമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആരിനൊന്നും വരുവായിരുന്നൊരു സമാധാനം കിട്ടിയാനോ. പിന്നീട് നേരെ ആനന്ദിൻ്റെ അടുത്തേക്ക് ഇല്ലാണ്. ആനന്ദിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എടാ മോനെ, നീ അവനെ ഒന്ന് വിളിച്ചു നോക്കിയ, ആരിനെ ഒന്ന് വിളിച്ചു നോക്കുക, അവനോട് ഇങ്ങോട്ട് വരാൻ പറ. അച്ഛൻ അങ്ങനെയൊക്കെ പറയും, നീ അത് കാര്യമാക്കണ്ട, അവനോട് വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറ എന്ന് പറയണം. അമ്മേ, അവൻ വരുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് പറയണം. എനിക്ക് എന്താണെന്നും കുഴപ്പമില്ല, അവൻ വന്നേ പറ്റുള്ളൂ എന്ന് പറയാം. ഞാനിന്ന് വിളിച്ചു നോക്കാം എന്ന് പുറത്ത് വിളിക്കുകയാണ്. വിളിച്ച് ഈ ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറയണേ. അമ്മൻ്റെ ഫോൺ സ്വിച്ച് ഓഫാ, വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറയാം. എൻ്റെ ഭഗവാനെ, എൻ്റെ കുഞ്ഞ് എങ്ങോട്ട് പോയെന്തോ എനിക്കറിയത്തില്ല. ഇനി അവന് എവിടെ പോകാനാ. ഈ സമയത്ത് ആര്യൻ എന്ത് ചെയ്യുകയാണ്, തൻ്റെ ഫ്രണ്ട് അജിത്തിനെ വിളിക്കുന്നുണ്ട്. അജിത്തിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാം. അജിത്ത് പറയും, എന്ത് ചെയ്യാനാ. ആരും പറയും, എന്ത് ചെയ്യാനും എനിക്ക് അറിയത്തില്ല, ഇനി ഇപ്പം വീട്ടിലേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം. നോക്ക്, നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാക്കാമെന്ന് അജിത്ത് ഉറപ്പ് കൊടുക്കണം. കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കയ്യിലാണ് ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയ്യിലാണെങ്കിൽ പണവും കാണും. ഇതിപ്പോൾ അതൊന്നും ഇല്ലല്ലോ. ഈ സമയം ആനന്ദ് എന്ത് ചെയ്യുവാണ്, നേരെ ആകാശിൻ്റെ അരിയിലേക്ക് ഇല്ലുവാണ്. എന്നിട്ട് ആകാശിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ, ആരിനെ എവിടെയൊന്ന് പോയി അന്വേഷിക്കണം, അവൻ എങ്ങോട്ടാ പോയെന്ന് പോലും അറിയത്തില്ലെന്ന് പറയണം. ആകാശ് പറഞ്ഞു, ഞാൻ പോകാട്ടാന്ന് പറയണം. നീ മാത്രം ഞാനും വരാമെന്ന് പറയണം. അങ്ങനെ അവർ ആരിനെ അന്വേഷിച്ച് ഇറങ്ങുവാണ്. ഈ സമയം വല്ലാത്ത ടെൻഷനിലായിരുന്നു ഗോമതി. ഗോമതി നേരെ എന്ത് ചെയ്യുവാണ്, മതിലിൻ്റെ അവിടെ പോയി നിൽക്കുക. ഈ സമയത്ത് ഗോമതിയുടെ അമ്മ അങ്ങോട്ട് വന്നേ. അമ്മ ഇപ്പം ഗോമതിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല, കണ്ണ് രണ്ടും നിറഞ്ഞൊഴുകി. അപ്പം നീ എന്നെ സങ്കടപ്പെടാതിരിക്കുക, നീ കരയണ്ടെന്ന് പറയാം. എനിക്ക് സങ്കടം ആകാശിനെ കുറിച്ച് ഓർത്തിട്ടല്ലമ്മേ, അമ്മയ്ക്കറിയാലോ, എനിക്ക് ആരിനെ കുറിച്ച് ഓർത്തിട്ടാ. ഒരു തെറ്റും ചെയ്യാതെ പാവത്തിനെ ഇറക്കി വിട്ടിരിക്കുന്ന ബാലേട്ടൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം. അമ്മയ്ക്കറിയാലോ, എന്ത് വിഷമം വന്നാലും ഞാൻ അമ്മയുടെ അടുത്തേക്കല്ലേ, അമ്മയുടെ അല്ലേ സങ്കടം പറയണേ. അമ്മ എന്ന് ആശ്വസിപ്പിച്ചാൽ മാത്രമേ എനിക്ക് സമാധാനം ആവുള്ളൂ. കാരണം എൻ്റെ മനസ്സ് അത്രയ്ക്ക് വേദനിക്കുന്നുണ്ട്, അത്രയ്ക്ക് ചങ്കു പൊട്ടിപ്പോവാന്ന് പറയാം. ഇത് കേട്ടപ്പം കോമതിരി അമ്മ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും മോളെ, സംഭവിച്ചു പോയില്ലേ. നിന്റെ ഏട്ടന്മാരുടെ സ്വഭാവം നിനക്കറിയാലോ. അവരാണെങ്കിൽ ഇവിടെ ആഘോഷിക്കാനായിട്ട് ഇരിക്കുക. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞാൽ അവരൊന്നും കേൾക്കുമെന്ന് തോന്നില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നീ ഇറങ്ങിപ്പോയപ്പം അനുഭവിച്ച അതേ വേദന നീ അനുഭവിക്കുന്നത്. ഞങ്ങൾ എത്രമാത്രം ഒന്ന് വേദനിച്ചെന്നറിയാവോ. പക്ഷെ ഇന്ന് കാലം അത് തിരിച്ചു വന്നിരിക്കുക. പക്ഷെ ഈ സമയത്ത് ആനന്ദിക്കാനോ ഒന്നും എന്നെക്കൊണ്ട് സാധിക്കില്ല. കാരണം എനിക്ക് ആ വിഷമം അറിയാം, എത്രമാത്രം ഒരു അമ്മയുടെ വിഷമം വേദന എന്താണെന്ന് എനിക്കറിയാവുന്ന കാര്യമാണ്.
നീ സങ്കടപ്പെടണ്ട, എല്ലാം ശരിയാകും. ബാലൻ ആര്യനെ തിരിച്ചു വിളിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഗോപതിനെ ആശ്വസിപ്പിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. പിന്നെ എന്തൊക്കെ സംഭവിക്കും? ആരും തിരിച്ച് വീട്ടിലേക്ക് കയറുവോ, അതോ ഇനി പോയ വഴി പോവോ, വേറെ എങ്ങോട്ടെങ്കിലും പോവോ എന്നൊക്കെ അറിയത്തില്ല. ഇനിയിപ്പം എന്തെങ്കിലും മനമാറ്റം ഉണ്ടാവണം ബാലന് ആര്യനെ വിളിച്ചു കയറ്റണമെങ്കിൽ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.